ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് അപാരതയാണ്. രാവിലെ 4 മണിക്ക് എണീറ്റ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് വന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് പണി തുടങ്ങി. ഇന്നുണ്ടാക്കാൻ പോണത് ചപ്പാത്തി സോയാ ബോൾസ് കറിയാണ്. സോയാ ബോൾസ് വേവിച്ചതിന് ശേഷം തണുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം പിഴിയണം, അല്ലെങ്കിൽ കൈ പൊള്ളിക്കൊണ്ട് പോവും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് അതിലോട്ടിട്ട് ഒന്ന് പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ച സവാളയും ഉപ്പും കൂടെ ഇട്ട് ഇളക്കുക. ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വയ്ക്കണം. അത് നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ കൂട്ടുകളെല്ലാം ഇട്ടതിന് ശേഷം ഈ തക്കാളിയും കൂടെ നമുക്ക് അതിലോട്ട് ഇടാം. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് ഉരുളകളാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. എൻ്റെ മോനൂട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് ചപ്പാത്തി സോയാ ബോൾസ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് അതിനെ ഉരുളകളാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കറിക്കുള്ള സവാള നന്നായിട്ട് മൂത്ത് വന്നു. നമുക്കിതിലോട്ട് ഓരോ പൊടികളായിട്ടിടാം. ആദ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല പൊടി അതെല്ലാം ഇട്ട് അതും ഒന്നുകൂടി മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ വശക്കണം. അതല്ല എങ്കിലാണ് ഈ പച്ചച്ചുവ വരുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റുന്നതിന് വഴറ്റി കൊടുത്താൽ നമുക്കിതിൻ്റെ പച്ചച്ചുവയൊന്നും ഉണ്ടാവില്ല. നല്ല കുറുകിയ കറിയും നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ തന്നെ വറ്റി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയാ ബോൾസ് ഇട്ട് കൊടുക്കാം. സോയാ ബോൾസും ഈ കറിയിൽ കിടന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ഇതിലുള്ള ബാക്കിയുള്ള വെള്ളവും കൂടെ വറ്റി ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇട്ട് കൊടുക്കാം. അതവിടെ സിമ്മിൽ കിടന്നോട്ടെ. ഇവിടെ ഈ ചപ്പാത്തികളെല്ലാം റെഡിയാക്കി എടുക്കാം. അതിനിടയിൽ കൂടെ ഓടി ചെന്ന് എൻ്റെ മോനൂട്ടനെ വിളിച്ചുണർത്തേണ്. ഇപ്പം മണി 6 അവനെ വിളിച്ചുണർത്തി ബാത്റൂമിലോട്ട് ആക്കിയതിന് ശേഷം പിന്നെ ഇവിടെ വന്ന് ബാക്കി കറിയുടെതെല്ലാം റെഡിയായിട്ട് കിടപ്പുണ്ട്. അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിനെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെട്ടി തിളച്ച് കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള കറിക്കുള്ള വെള്ളം വറ്റുന്നത് വരെ, നമുക്ക് ആവശ്യമുള്ള കറി ആകുന്നത് വരെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നല്ല കുറുകിയ കറിയായി. അതിനിടയിൽ തന്നെ ഞാൻ ചപ്പാത്തി വെച്ചു. അവനെ റെഡിയാക്കി എല്ലാം കഴിക്കാനുള്ള എല്ലാം റെഡിയാക്കുകയും അവന് സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. അവനിതാ ഭക്ഷണം കൊടുക്കുന്നു. എൻ്റെ മോനിതാ റെഡിയായി സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നമുക്ക് കാണാം. ടാറ്റാ.